അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2ാം ഭാഗത്തിലെ 8ാമത്തെ പാഠം അത്താഉൽ മജ്റൂറത്തു വൽ മർബൂത്ത. താ മജ്റൂറ മർബൂത്ത്, അങ്ങനെ 2 ഐറ്റം താ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പാഠത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം ഒന്ന് വായിക്കാം, അപ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട്. താ മജ്റൂറ, താ മർബൂത്ത, ഇങ്ങനെ താഉകൾ 2 വിധമുണ്ട്. എത്ര വിധമുണ്ട്? 2 വിധമുണ്ട്. താ മജ്റൂറ മർബൂത്ത. ഏതാണ് മജ്റൂറയായ താ? അതാണ് ഇവിടെ ഈ ബ്രാക്കറ്റിലിട്ട് കാണിച്ചിട്ടുള്ളത്. അതാണ് മജ്റൂറയായ താ. 2ാമത്തെ മർബൂത്തയായ താ ഏതാണ്? അതാണ് അതിൻ്റെ തൊട്ടടുത്ത് ബ്രാക്കറ്റിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്, ഹാ താ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ താ 2 ഐറ്റം, താ മജ്റൂറ, താ മർബൂത്ത. താ മജ്റൂറ ഏതാണ്? ഈ കാണുന്നതാണ്, ഈ ബ്രാക്കറ്റിലിട്ടാണ് താ മജ്റൂറ. താ മർബൂത്ത എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിലിട്ടതും. താ മർബൂത്തക്ക് ഹാ ഉത്ത് ഇനീസ് എന്നും പേരുണ്ട്. താ മർബൂത്തക്ക് മറ്റൊരു പേരാണിത്, ഹാ ഉത്ത് ഇനീസ്. ഹാ ഉത്ത് ഇനീസ് എന്നും താ മർബൂത്തക്ക് ഒരു പേരുണ്ട്. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താ മർബൂത്തയായ താ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, കണ്ടല്ലോ. ഈ തായിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് ഹാ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വഖഫ് ചെയ്യേണ്ടതാണ് ഇവിടെ കാണിച്ചത്. ഹാഇന് വഖഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വഖഫ് ചെയ്യേണ്ടത്. ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉദാഹരണം: അൽ ഖാരിഅതു മൽ ഖാരിഅ. ഖാരിഅ ഖാരിഅ, അതിന് കഴിഞ്ഞ് താ ആണ് അവിടെ ഉള്ളത്. ഖാരിഅതു ഉണ്ടാ, അവിടെ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് മൽ ഖാരിഅ ഖാരിഅ, അങ്ങനെ ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് നിൽക്കണം. അടുത്ത ഉദാഹരണം നോക്കാം. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഗാശിയ, യാ കഴിഞ്ഞിട്ട് പിന്നെ ഹാ ആയിട്ട് നിർത്തണം. ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് ഗാശിയ, അങ്ങനെ. അടുത്ത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസത്തിൽ ലുമസ. സാഇന് ശേഷം എന്ത് ചെയ്യണം? ഹാ വരണം. വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? വഖഫ് ചെയ്യണം. ഇനി ഹാ ഉത്ത് ഇനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുൻപുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഹായിൽ പിന്നെ താഉൽ മർബൂത്തയിൽ ഹാ ഉത്ത് ഇനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്. എന്താ ശ്രദ്ധിക്കാനുള്ളത്? ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്ത് വരാതെ മുൻപുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ. അതങ്ങനെ അൽ ഖാരിഅതു മൽ ഖാരിഅ, ഐനിൽ അവിടെ നിർത്തി. അല്ലെങ്കിൽ ഹദീസുൽ ഗാശിയ ഗാശിയ, അല്ലെങ്കിൽ ഹുമസ ഹുമസ, അതിൻ്റെ ആ മർബൂത്തയായ താഇന് മുമ്പുള്ള അക്ഷരത്തിൽ നിർത്തി. ഇവിടെ സായിലാണ് നിർത്തുക, ഇവിടെ യാ, ഇവിടെ ഐന്, അതിൽ നിർത്തി. അങ്ങനെ നിർത്താനും പാടില്ല. അതുപോലെ തന്നെ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. മൽ ഖാരിഅ ഹദീസുൽ ഗാശിയ, അങ്ങനെ നീട്ടിക്കാണ്ട് എന്ത് ചെയ്യരുത്? നിർത്തരുത്. ഹുമസ, അങ്ങനെ എന്ത് ചെയ്യരുത്? നിർത്തരുത്. പിന്നെ എങ്ങനെയായിരിക്കണം നിർത്തേണ്ടത്? ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് തന്നെ നിർത്തണം. അതാണ് പറഞ്ഞത്. താഉൽ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞ് ഹാഇൻ്റെ ശബ്ദം വരാതെ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ നിർത്തരുത്. 2ാമത്തെ പറഞ്ഞ എന്താ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? ഹാഇന് പകരം അലിഫ് ആയിട്ടും വരരുത്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. നമുക്ക് ഇതാവണം നോക്കാം. ഫീഹാ ഐനുൻ ജാരിയ. ജാരിയ, അവിടെ എന്ത് വരണം? ആ ഹാ താഇനെ, മർബൂത്തയായ താഇനെ, താ ഉത്ത് ഇനീസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തണം. അല്ലാതെ എങ്ങനെ നിർത്തരുത്? ജാരിയ ആ യായിലും നിർത്തരുത്, ജാരിയ എന്ന് പറഞ്ഞ് നീട്ടിക്കാണ്ട് അലിഫിലും നിർത്തരുത്. അടുത്ത് വനമാരിഖു മസ്ഫൂഫ. മസ്ഫൂഫ, ഹാഇ ആ മർബൂത്തയായ താഇനെ ഹാഇൽ സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുന്നു. മസ്ഫൂഫ, റെഡിയല്ലേ? അവിടെ എന്ത് പാടില്ല? മസ്ഫൂഫ എന്ന് പറഞ്ഞിട്ട് ഫായിൽ നിർത്താനും പാടില്ല, നീട്ടിക്കൊണ്ട് നിർത്തരുത്. മസ്ഫൂഫ മസ്ഫൂഫ, അങ്ങനെ നിർത്തരുത്. പിന്നെ എങ്ങനെ തന്നെ നിർത്തണം? മസ്ഫൂഫ മസ്ഫൂഫ,
ഇനി മറ്റൊരു വിഷയം പറയുകയാണ് ഹാ തഅനീസിൻ്റെ മർബൂത്തയായ താഇൻ്റെ മറ്റൊരു വിഷയം. ഈ താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. എന്താ പറഞ്ഞത്? ഇപ്പോൾ താഉൽ മർബൂത്തുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഹാ തഅനീസ് എന്നൊക്കെ പറഞ്ഞ ആ താഇമേൽ നിർത്താതെ ചേർത്തി ഓതുകയാണ്, നമ്മൾ കൂട്ടി ഓതി പോവുകയാണ്, അവിടെ നിർത്തണില്ല. നിർത്തുകയാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് ഹാഇനെ സുക്കൂൻ ചെയ്ത് നിർത്താമെന്ന് പറഞ്ഞത്. അങ്ങനെ നിർത്താതെ ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം എന്ന്. അപ്പോൾ താ ആയിട്ട് തന്നെ അതിനെ വായിക്കണം. മർബൂത്തയായ താഇനെ എങ്ങനെ തന്നെ വായിക്കണം? താ ആയിട്ട് തന്നെ താ പറയുന്ന ആ മഖ്റജിൽ തന്നെ ഈ മർബൂത്തയായ താവും വരണം. ഉദാഹരണം നമ്മൾ വായിച്ചു നോക്കുക. ഫീ ജന്നത്തിൻ ആലിയ. ഫീ ജന്നത്തിൻ മർബൂത്തയായ താൽ അവിടെ കാണുന്നത് ജന്നത്തിൻ എന്നുള്ളിടത്ത് അവിടെ നമ്മൾ എങ്ങനെ ഓതിയത്? താ ആയിട്ടല്ലോ ഓതിയത്. ഫീ ജന്നത്തിൻ ആലിയ. നേരെ മറിച്ച് അവിടെ നിർത്തുകയാണെങ്കിലോ ഫീ ജന്ന ഹാഇനെ സുക്കൂൻ ചെയ്ത് നിർത്തും. കൂട്ടി ഓതുകയാണെങ്കിൽ ഫീ ജന്നത്തിൻ അവിടെ താഇൻ്റെ മഖ്റജിൽ തന്നെ ഉച്ചരിച്ച് താ ആയിട്ട് തന്നെ നമ്മൾ ഓതുന്നു. ഇനി ഇവിടെ ആലിയ എന്ത് കൊടുത്തല്ലോ? ഫീ ജന്നത്തിൻ ആലിയ അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഹാഇനെ സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തും. കൂട്ടി ഓതുകയാണെങ്കിലോ ഫീ ജന്നത്തിൻ ആലിയത്തില്ല. ആലിയത്തില്ല അടാ ആലിയത്തില്ല. അപ്പോൾ കൂട്ടി ഓതുകയാണെങ്കിൽ അത് തന്നെ താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ലാ തസ്മഉ ഫീഹാ ലാഗിയ. ലാഗിയ അവിടെ നിർത്തുകയാണെങ്കിൽ ലാഗിയ ഹാഇനെ സുക്കൂൻ ചെയ്യണം. നേരെ മറിച്ച് കൂട്ടി ഓതി പോകണമെങ്കിലോ ലാഗിയത്തൻ എന്ന് പറഞ്ഞ് കണ്ട് എന്ത് ചെയ്യും? താ ആയി ഉച്ചരിച്ചുകൊണ്ട് കൂട്ടി ഓതി പോകും. അടുത്തത് വ അക്വാബും മൗലൂഅ. മൗലൂഅ മജ്റൂറയ മർബൂത്തയായ താ അല്ലേ കാണുന്നത് അല്ലേ? മർബൂത്തയായ താ ആണ്. ആ തായിൽ നിർത്തുമ്പോൾ എങ്ങനെ നിർത്തണം? ഹാഇനെ സുക്കൂൻ ചെയ്ത് നിർത്തണം. കൂട്ടി ഓതുകയാണെങ്കിലോ താഇൻ്റെ മഖ്റജിൽ തന്നെ ഉച്ചരിച്ചു കൊണ്ട് ഓതണം. അതെങ്ങനെ? വ അക്വാബും മൗലൂഅത്തും വനമാരിഖു. മൗലൂഅത്തും വനമാരിഖു. റെഡി അല്ലേ? ചുരുക്കി പറഞ്ഞാൽ മർബൂത്തയായ തായിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യണം. എന്നാൽ മർബൂത്തയായ താഇനെ കൂട്ടി ഉച്ചരിക്കുകയാണെങ്കിൽ താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അതാണ് ഇപ്പോൾ ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മുടെ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ താ മർബൂത്തയാണ് കാണുന്നത് കണ്ടോ? ഹസനതൻ അല്ലേ? മർബൂത്തല്ലേ? അതിന് ശേഷം വാവ് കൂട്ടി ഒതി പോകണം നമ്മൾ. ഹസനതൻ വഫിൽ. നേരെ മറിച്ച് നമ്മൾ നിർത്തുകയാണെങ്കിലോ ഹസന ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തണം. വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇവിടെ 3 താഉൽ മർബൂത്ത വന്നു. ഹസനത്തൻ എന്നുള്ളിടത്തും ആഖിറത്തി എന്നുള്ളിടത്തും ഹസനത്തൻ. 3 നമ്മൾ കൂട്ടി ഓതി പോകുന്ന സമയത്ത് താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെയാണ് ഉച്ചരിച്ചത്. വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹാഇനെ സുക്കൂൻ ചെയ്ത് വഖഫ് ചെയ്യും. അടുത്ത ഉദാഹരണം നോക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. മുത്മഇന്ന അവിടെ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ട് ഹാഇനെ സുക്കൂൻ ചെയ്ത് നിർത്തി. നേരെ മറിച്ച് വഖഫ് ചെയ്യാതെ ഓതാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നത്തു. അങ്ങനെ താഇൻ്റെ മഖ്റജിൽ നിന്നാണ് ഓതുക. അടുത്ത നോക്കി. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ. റബ്ബികി റാളിയതൻ മർളിയ. റാളിയതൻ മർളിയ. റാളിയത്തൻ താഇൻ്റെ മഖ്റജിൽ നിന്ന് പറഞ്ഞു. നേരെ മറിച്ച് അവിടെ വഖഫ് ചെയ്യണമെങ്കിലോ റാളിയ ഹാഇനെ സുക്കൂൻ ചെയ്ത് വഖഫ് ചെയ്യും. അങ്ങനെ ഓരോ ഉദാഹരണം ഇനി കൊടുത്ത ഉദാഹരണങ്ങളൊക്കെ അതന്നെ വിഷയങ്ങൾ. അൽ ഹാഖ അവിടെ നിർത്തുകയാണെങ്കിൽ ഹാഖ ഹാഇനെ സുക്കൂൻ ചെയ്യും. നേരെ വെച്ച് കൂട്ടി ഓതുകയാണെങ്കിലോ അൽ ഹാഖത്തു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. നിർത്തുമ്പോൾ ഹാഖ ഹാഇനെ സുക്കൂൻ ചെയ്യുന്നു. കൂട്ടിയതുണ്ടോ മൽ ഹാഖത്തു കദ്ദബത് സമൂദ്. അങ്ങനെ ഓതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താഉൽ മർബൂത്ത ഈ പാഠത്തിൽ പറഞ്ഞ് താ 2 ആയിട്ടുണ്ട്. ഒന്ന് മജ്റൂറയായ താ, മറ്റൊന്ന് മർബൂത്തയായ താ. മർബൂത്തയായ താഇൻ്റെ മറ്റൊരു പേരാണ് ഹാ തഅനീസ് എന്നും അതിന് പേരുണ്ട്. ഈ മർബൂത്തയായ തായിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ കൂട്ടിച്ചരിക്കുന്ന സമയത്തോ അതിനെ താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിലൂടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം.
ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന് താഉകൾ എത്ര വിധം ഏതെല്ലാം ഉദാഹരണ സഹിതം എഴുതുക. താഉകൾ 2 വിധം. ഒന്ന് മജ്റൂറ, ഉദാഹരണം ലാ തസ്മഉ. അടുത്ത മർബൂത്തയായ താ ആണ്, അതിന് ഉദാഹരണം മസ്ഫൂഫ. ഇനി രണ്ടാമത്തെ അത്താഉൽ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? ആൻസർ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താഉൽ മർബൂത്തയെ ഹാ ആയിട്ട് ഉച്ചരിച്ചു കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. 3 അത്താഉൽ മർബൂത്തയുടെ മറ്റൊരു പേരെഴുതുക. ആൻസർ ഹാ ഉത്ത് ഇനീസ്. 4 ഹാ ഉത്ത് ഇനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? ആൻസർ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. അപ്പോൾ മർബൂത്തയായ താഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിൽ നിർത്താനും പാടില്ല, അതുപോലെ തന്നെ ശേഷം അലിഫ് വരാനും പാടില്ല. 5 ഹാ ഉത്ത് ഇനീസിനെ ചേർത്തി ഓതേണ്ടത് എങ്ങനെ? ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. മർബൂത്തയായ താഇനെ ചേർത്തി കൂട്ടി ഓതുകയാണെങ്കിൽ താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ നഖ്റ സൂറത്തുൽ ഫത്ഹ് വനുമയ്യിസു താഅൽ മജ്റൂറ വൽ മർബൂത്ത. അതിൽ നിന്ന് താഉം മർബൂത്തയെയും മജ്റൂറയും വേർതിരിക്കാനാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പരിചയപ്പെടാം. ഒന്നാമത്തെ പേജിൽ സൂറത്തുൽ ഫത്ഹിൽ ഇവിടെ താവ് മജ്റൂറയുണ്ട്, ഇവിടെയും മജ്റൂറയുണ്ട്, ഒരുപാട് മജ്റൂറകൾ കാണാം. പിന്നെ ഇവിടെ മർബൂത്തയായ താ ആണ് അസാക്കിന എന്നുള്ളിടത്ത്. ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മോട് ചോദിച്ചു താഉൽ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ വഖഫ് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഹാ ആയിട്ട്. അപ്പോൾ ഹുവല്ലദീ അൻസല സക്കീന അൻസല സക്കീന ലാസ്റ്റ് വരുന്ന മർബൂത്തയായ താഇൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇനി നമ്മളോട് ചോദിച്ചു മർബൂത്തയായ താഇനെ ചേർത്തി ഓതുമ്പോൾ, അല്ലെങ്കിൽ ഹാ ഉത്ത് ഇനീസിനെ, രണ്ടും ഒന്ന് തന്നെയാണ്, ഹാ ഉത്ത് ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടതെന്ന്. അപ്പോൾ അവിടെ നോക്കിയാൽ അറിയാം. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബ് സക്കീനത. അപ്പോൾ താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെയാണ് മർബൂത്തയായ താഇനെ കൂട്ടി ഓതുന്ന സമയത്ത് പാരായണം ചെയ്യുക. അതുപോലെ ബുക്രത്തൻ എന്നുള്ളിടത്തും താ മർബൂത്തയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പേജിലും നോക്കിയാൽ താൽ മജ്റൂറയും നമുക്ക് കാണാം, മജ്റൂറ ഒരുപാട് കാണാം, മർബൂത്ത വളരെ കുറവായിരിക്കും. ഇവിടെ താഉൽ മജ്റൂറയാണ്. തുഖാതിലൂനഹും എന്നുള്ളിടത്തും ഫഇൻ തുത്തിഉ, അവിടെയൊക്കെ താൽ മജ്റൂറയാണ്. ഇനിയും ഒരുപാട് താകൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക. ഈ തഹ്ത ഷജറത്തി അവിടെ കണ്ടില്ലേ, ഇത് മർബൂത്തയായ താ ആണ്. തഹ്ത ഷജറത്തി കൂട്ടി വന്ന സമയത്ത് തഹ്ത ഷജറത്തി എന്ന് പറഞ്ഞു കണ്ടാൽ കൂട്ടിയത. നേരെ മറിച്ച് നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിലോ തഹ്ത ഷജറ ഹാഇന് സുക്കൂൻ ചെയ്ത് വഖഫ് ചെയ്യുന്നു. ഇവിടെ അടുത്ത് ഫഅൻസല സക്കീനത അലൈഹിം കൂട്ടി വന്ന സമയത്ത് സക്കീനത താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെയാണ് ഉച്ചരിച്ചത്. നേരെ മറിച്ച് വഖഫ് ചെയ്യുമ്പോഴാണെങ്കിലോ ഫഅൻസല സക്കീന ഹാഇന് സുക്കൂൻ ചെയ്ത് നിർത്തുന്നു. അടുത്ത മഗാനിമ കസീറത്തൻ എന്ന് പറഞ്ഞ് താഇൻ്റെ മഖ്റജിൽ നിന്ന് കൂട്ടി ഓതുന്ന സമയത്ത് താ ആയിട്ട് ഉച്ചരിക്കുന്നു. വഖഫ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കസീറ. അതുപോലെ തന്നെ സുന്നത്ത എന്നുള്ളതും ലി സുന്നത്തിഹി, അവിടെയൊക്കെ അതേ രൂപത്തിൽ തന്നെയാണ്. അടുത്ത പേജിലേക്ക് കടന്നാലും അവിടെയും മർബൂത്തയും മജ്റൂറൊക്കെ ഒരുപാട് കാണാം, മർബൂത്തയും കാണാം. മക്കത്ത എന്നുള്ളിടത്ത് മർബൂത്തയാണ്. അതുപോലെ തന്നെ മഅറത്ത് എന്നുള്ളിടത്തും മർബൂത്തയായ താഇനെ കാണുന്നു. അടുത്ത ഫീ ഖുലൂബിൽ അൽ ഹമിയ്യത്തൽ ജാഹിലിയ്യത്തി, ഇവിടെ 3 മർബൂത്തയായ താ വന്നിട്ടുണ്ട്. കൂട്ടി ഓതുന്ന സമയത്ത് താ ആയിട്ട് തന്നെ ഉച്ചരിക്കുന്നു. അൽ ഹമിയ്യത്തൽ ജാഹിലിയ്യത്തി എന്നാണ് പറഞ്ഞത്. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അൽ ഹമിയ്യ അൽ ജാഹിലിയ്യ അവസാനത്തിന് ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യും. അവസാനത്തെ പേജിൽ നോക്കിയാലും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ താഇൽ മജ്റൂറയെക്കുറിച്ചും മർബൂത്തയെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മജ്റൂറയായ താ ആണെങ്കിൽ അതിനെ കൂട്ടി ഓതുന്ന സമയത്തും
വഖഫ് ചെയ്യുന്ന സമയത്തും താ ആയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യുക, മജ്റൂറയായ താ ആണെങ്കിൽ. നേരെ മറിച്ച് മർബൂത്തയായ താ ആണെങ്കിൽ, മർബൂത്തയായ താ എന്ന് പറയുന്ന ഈ താഇനെ കുറിച്ചാണ്. മർബൂത്തയായ താ ആണെങ്കിൽ കൂട്ടിച്ചരിക്കുന്ന സമയത്ത് താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കും. എന്നാൽ വഖഫ് ചെയ്യുന്ന സമയത്താണെങ്കിലോ ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യുക. മഗ്ഫിറ മഗ്ഫിറ. നേരെ മറിച്ച് കൂട്ടുകയാണെങ്കിലോ മഗ്ഫിറതൻ വ അജ്റ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ് കാര്യം. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ പാഠങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.